ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗത്തിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ കഥയിൽ ഇപ്പോൾ വലിയ ട്വിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ നിധി വളരെ മനോഹരമായിട്ട് പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിലൂടെയാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. നിധിയുടെ ആ മികച്ച പ്രസൻറ്റേഷൻ കാരണം സിദ്ധാർത്ഥിന് കോടികളുടെ വലിയൊരു ബിസിനസ് പ്രോജക്റ്റാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു സന്തോഷത്തിൽ സിദ്ധാർത്ഥ് നേരെ സ്റ്റാഫുകളുടെ അരികിലേക്ക് വരികയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധിയെ അഭിനന്ദിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഈ വലിയ സക്സസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും കൂടി ഡിന്നറിന് പോകാം. ഡിന്നർ കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇത് കേട്ട സ്റ്റാഫുകൾ എല്ലാവരും വലിയ സന്തോഷത്തോടെ കൈകൊട്ടി അത് സ്വീകരിക്കുന്നു. എന്നാൽ നമ്മുടെ നിധിക്ക് ഇതിലൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. നിധി പതുക്കെ സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥ്, ഈ ഡിന്നർ പ്ലാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാമോ? ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് വാ. ഇത് കേൾക്കുമ്പോൾ സിദ്ധാർത്ഥിന് വിഷമമാകുന്നുണ്ട്. എന്താ നിധി ഇത്? ഈ സെലിബ്രേഷൻ തന്നെ നിധിക്ക് വേണ്ടിയല്ലേ? നിധിയുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാനല്ലേ നമ്മൾ പോകുന്നത്? അപ്പോൾ നിധി തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? സിദ്ധാർത്ഥും മറ്റ് സ്റ്റാഫുകളും ഒരുപോലെ നിർബന്ധിക്കുമ്പോൾ ഒടുവിൽ നിധിക്ക് ഡിന്നറിന് വരാൻ സമ്മതിക്കേണ്ടി വരികയാണ്. തുടർന്ന് അവർ റെസ്റ്റോറൻറ്റിലേക്ക് പുറപ്പെടുമ്പോൾ സിദ്ധാർത്ഥ നിധിയെ തൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഇരുത്തുന്നത്. റെസ്റ്റോറൻറ്റിലെത്തി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും സിദ്ധാർത്ഥ നിധിയോട് അതീവ സ്നേഹത്തോടെയും താല്പര്യത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം ദിവ്യ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സംസാരത്തിനിടയിൽ സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട്, നിധിയുടെ നാട് തക്കല എന്നല്ലേ പറഞ്ഞത്? നിധി അതേ എന്ന് മറുപടി നൽകുമ്പോൾ സിദ്ധാർത്ഥ പറയുന്നുണ്ട്, ഇവിടുന്ന് ഒരു 2-3 മണിക്കൂർ ഡ്രൈവ് കാണുമല്ലേ? നിധിക്ക് നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവിടാം. ഇത് കേൾക്കുന്നതോടെ മറ്റ് സ്റ്റാഫുകൾക്കെല്ലാം വലിയ സംശയമാകുകയാണ്. അവർ പരസ്പരം നോക്കുന്നു. നിധിയാണെങ്കിൽ വലിയ ടെൻഷനോടെ എല്ലാവരെയും നോക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന് നിധിയോട് എന്തോ ഒരു പ്രത്യേക അടുപ്പമുണ്ടെന്ന് സ്റ്റാഫുകൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ ഈ അമിത സ്വാതന്ത്ര്യവും സംസാരവും ഒന്നും നിധിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സുധീഷിനെ വിളിക്കാം എന്ന് മനസ്സിൽ കരുതി നിധി ഫോണും എടുത്ത് പതുക്കെ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. സിദ്ധാർത്ഥിൻ്റെ കണ്ണ് ഇപ്പോഴും നിധിയിൽ തന്നെയാണ്. ചുറ്റും നോക്കിയിട്ട് നിധി സുധീഷിനൊരു മെസ്സേജ് അയക്കുന്നു. സുധീഷേ, ഞാൻ സ്റ്റാഫുകളുടെ ഒപ്പം റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നു. സുധീഷിനെ എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഈ മെസ്സേജ് കാണുന്ന സുധീഷ് വലിയ സന്തോഷത്തോടെ ദാ വരുന്നു എന്ന് മറുപടി നൽകി ഉടനെ തന്നെ കാറെടുത്ത് റെസ്റ്റോറൻറ്റിലേക്ക് പുറപ്പെടുകയാണ്. നിധി തിരികെ സ്റ്റാഫുകളുടെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, നിധി ഓക്കെ അല്ലേ? അപ്പോൾ ദിവ്യ ഇടയിൽ കയറി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് സാർ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത്? നിധി ഓക്കെ എന്ന് പറ, ഇല്ലെങ്കിൽ സിദ്ധാർത്ഥ് സാറിന് അത് താങ്ങില്ല. ഇത് കേട്ട് നിധി പതുക്കെ ചുമ്മാതിരിക്കി ദിവ്യ എന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കുന്നു. സ്റ്റാഫുകൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെയും നിധിയെയും നോക്കുമ്പോൾ സിദ്ധാർത്ഥ് വലിയൊരു ചമ്മലോടെയാണ് അവരെ നേരിടുന്നത്. ഈ സമയം സുധീഷ് റെസ്റ്റോറൻറ്റ് പുറത്തെത്തുകയും നിധിയെ ഫോണിൽ വിളിച്ച് താൻ പുറത്തുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നിധി വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥ് ഞാൻ പോയിക്കോട്ടെ? ഇത് കേട്ട് സിദ്ധാർത്ഥ് തടസ്സവാദവുമായിട്ട് വരികയാണ്. എന്താ നിധി ഇത്? ഇവിടെ ആരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ഈ ട്രീറ്റ് തന്നെ നിധിക്ക് വേണ്ടിയുള്ളതല്ലേ? അപ്പോഴേക്കും പെട്ടെന്ന് പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോൾ നിധി ഒരു കള്ളം പറയാണ്, അതല്ല സിദ്ധാർത്ഥ്, എനിക്ക് നല്ല തലവേദനയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നത്. തലവേദനയുടെ കാര്യം കേട്ടതും സിദ്ധാർത്ഥിന് വലിയ പരിഭ്രമമാകുന്നുണ്ട്. അയ്യോ, എങ്കിൽ നേരത്തെ പറയണ്ടേ, ഞാൻ ടാബ്ലറ്റ് ഓർഡർ ചെയ്യണോ? നിധി വേണ്ട എന്ന് പറയുമ്പോൾ എങ്കിലൊരു കോഫി ഓർഡർ ചെയ്യാം എന്ന് സിദ്ധാർത്ഥ പറയുന്നു. എന്നാൽ നിധി അത് വിസമ്മതിക്കുകയാണ്. അതൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ എന്ന് പറയുന്നു. എങ്ങനെ പോകുമെന്ന് സിദ്ധാർത്ഥ ചോദിക്കുമ്പോൾ എല്ലാവരെയും നോക്കി നിധി പറയുന്നുണ്ട്, സുധീഷ് എനിക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാണ്. സോ സോറി ഗൈസ്, ഐ ആം റിയലി സോറി. നിങ്ങൾ എൻജോയ് ചെയ്യൂ, നമുക്ക് നാളെ കാണാം. ഇത് കേട്ടതും സിദ്ധാർത്ഥിൻ്റെ മുഖം മാറുന്നുണ്ട്. തലവേദനയായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നല്ലോ, എന്തിനാ അയാളെയൊക്കെ വിളിച്ചു വരുത്തിയത്? നിധിയെ സാരമില്ലെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിൻ്റെ മൂഡ് കളയാതിരിക്കാൻ ശ്രമിക്കുന്നു. ദിവ്യ കൂടെ വരണോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ ദിവ്യയെ തടയുന്നുണ്ട്. ദിവ്യ എവിടെ പോകാനാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഡെസേർട്ട്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ പോകാവൂ. ഞാൻ നിധിയെ കാറിൻ്റെ അരികിലാക്കിയിട്ട് വരാം. നിധി വീണ്ടും വേണ്ട എന്ന് പറഞ്ഞിട്ടും സിദ്ധാർത്ഥ് കേൾക്കാതെ നിധിയുടെ പിന്നാലെ വരുന്നുണ്ട്. പുറത്ത് കാത്തു നിന്ന് സുധീഷ് നിധിയെ കണ്ട് സന്തോഷത്തോടെ ഹായ് പറയുമ്പോഴാണ് പിന്നാലെ വരുന്ന സിദ്ധാർത്ഥിനെ കാണുന്നത്. സുധീഷിന് അത് കണ്ട് ദേഷ്യം വരുന്നുണ്ട്. ഇവനെന്തിനാ ഇപ്പോൾ ഇവളുടെ പിന്നാലെ വരുന്നത് എന്ന് അവൻ മനസ്സിൽ ഓർക്കുന്നു. സുധീഷിൻ്റെ അരികിലെത്തി നിധി കാറിലേക്ക് കയറുമ്പോൾ സിദ്ധാർത്ഥ് സുധീഷിനോട് പറയുന്നുണ്ട്, ബ്രോ, നിധിയെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. സുധീഷ് സംശയത്തോടെ നോക്കുമ്പോൾ സിദ്ധാർത്ഥ അഹങ്കാരത്തോടെ പറയുന്നുണ്ട്, ദേ നോക്ക്, അവൾ എൻ്റെ ആളാ, മനസ്സിലായില്ലേ? അവൾ എൻ്റെ പെണ്ണാണെന്ന്. ഇത് കേൾക്കുന്ന സുധീഷിൻ്റെ ഉള്ളിൽ ദേഷ്യം എരിച്ചു കയറുകയാണ്. അവൾ എൻ്റെ ഭാര്യയാടാ എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും പുറത്ത് കാണിക്കുന്നില്ല. സിദ്ധാർത്ഥ വീണ്ടും ചൊബിച്ചുപിച്ച് സംസാരിക്കുന്നുണ്ട്, നിധിക്ക് നല്ല തലവേദനയുണ്ട്, വെറുതെ സംസാരിച്ച് തലവേദന കൂട്ടരുത്. വീട്ടിലെത്തിയാൽ ഉടനെ എന്നെ വിളിക്കാൻ പറയണം. ബ്രദറിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടോ? ഫോൺ എടുത്ത് സേവ് ചെയ്തോ?
സുധീഷ് മനസ്സിൽ ദേഷ്യത്തോടെ എനിക്ക് എന്തിനാടാ നിന്റെ നമ്പർ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് സുധീഷിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സ്വന്തം നമ്പറിലേക്ക് വിളിച്ച നമ്പർ സേവ് ചെയ്യുന്നു. കാറിൽ കയറാൻ നേരം സിദ്ധാർത്ഥ് വീണ്ടും സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ സുധീഷ് ദേഷ്യത്തോടെ മറുപടി നൽകുന്നുണ്ട്. ഞാൻ സൂക്ഷിച്ചു കൊണ്ടുപോയിക്കോളാം, എനിക്കറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. പോകുന്നതിന് മുൻപ് സിദ്ധാർത്ഥ നിധിയോടും വീട്ടിലെത്തിയാൽ ഉടൻ വിളിക്കാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ കാറെടുത്ത് അവിടെ നിന്നും തിരിക്കുന്നു. യാത്രയിലുടനീളം സിദ്ധാർത്ഥ പറഞ്ഞ വാക്കുകൾ സുധീഷിൻ്റെ മനസ്സിൽ കിടന്ന് കത്തുകയായിരുന്നു. ഇതിനിടയിൽ നിധി തൻ്റെ തലവേദനയെക്കുറിച്ചും ഉറക്കമില്ലായ്മയെക്കുറിച്ചും പറയുന്നുണ്ട്. എല്ലാവരും കൂടിയാണോ റെസ്റ്റോറൻറ്റിൽ പോയതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതേ എന്നും സിദ്ധാർത്ഥ് തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും താൻ വേണ്ടെന്ന് വെച്ചതാണെന്ന് നിധി വ്യക്തമാക്കുന്നു. ഇത് കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ സുധീഷ് കാറിൻ്റെ സ്റ്റിയറിലേക്ക് ശക്തമായിട്ട് അടിക്കുകയാണ്. നിധി പേടിച്ച് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഹോൺ അടിച്ചതാണെന്ന് സുധീഷ് കള്ളം പറയുന്നു. തുടർന്ന് നിധി കാറിലെ ടിഷ്യൂ ബോക്സ് എടുക്കാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു മനോഹരമായിട്ടുള്ള ലേഡീസ് വാച്ച് കാണുന്നുണ്ട്. ഹായ് വാച്ച് സുധീഷ് ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ വാങ്ങിയതാണോ എന്ന് നിധി ചോദിക്കുന്നു. സുധീഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾക്ക് എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ നടിക്കുകയാണോ. സുധീഷ് പതുക്കെ പറയുന്നുണ്ട് ഇത് നിധിക്ക് വേണ്ടി വാങ്ങിയതാണ്, പക്ഷേ ഇത് തരണമോ വേണ്ടയോ എന്ന് അറിയില്ലായിരുന്നു. ഞാനൊരു സാധാരണക്കാരനാണ്, എന്നെ കൊണ്ട് കഴിയുന്നതേ വാങ്ങിച്ചിട്ടുള്ളൂ. നിധിക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല. എന്നാൽ നിധി വളരെ സന്തോഷത്തോടെ അത് വാങ്ങി കയ്യിൽ വെക്കുന്നുണ്ട്. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് സാധാരണയാണോ കോസ്റ്റ്ലി ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല സുധീഷേ. ഗിഫ്റ്റ് തരാൻ വിചാരിച്ച മനസ്സിനാണ് വില, ഇത് ഞാൻ എടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. വീട്ടിലെത്തിയ ശേഷവും സുധീഷിൻ്റെ ദേഷ്യവും സങ്കടവും മാറുന്നില്ല. നിധി ഓഫീസിലെ വിശേഷങ്ങൾ സുഭാഷിനോടും ഹരോഷിനോടും പങ്കുവെക്കുമ്പോൾ സുധീഷ് വളരെ ഡള്ളായിട്ട് ഇരിക്കുന്നത് സുഭാഷ് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം അവിടേക്ക് വരുന്ന നികേഷ് ഒരു ബോംബ് പൊട്ടിക്കുകയാണ്. ഏട്ടത്തി ഇന്ന് സുധീഷ് ഏട്ടൻ പറഞ്ഞു ഏട്ടത്തി സുധീഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് കേട്ട് നിധി ഞെട്ടി സുധീഷിനെ നോക്കുന്നു. സുധീഷാണെങ്കിൽ തലയിൽ കൈവച്ചിരിക്കുകയാണ്. നികേഷും ഹരീഷും സുഭാഷും ചേർന്ന് സുധീഷ് പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായിട്ട് നിധിയുടെ മുന്നിൽ വിളമ്പുന്നുണ്ട്. നടു റോഡിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ഉറക്കെ ഐ ലവ് യു എന്ന് പറഞ്ഞെന്നും ഇനി എപ്പോഴും സുധീഷ് ഏട്ടൻ്റെ കൂടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞെന്നുമൊക്കെയാണ് സുധീഷ് ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. ഇത് കേട്ട് നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. നികേഷ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സുധീഷ് ഇന്ന് എനിക്ക് വലിയൊരു ഹെൽപ്പ് ചെയ്തു, അതിന് ഞാൻ കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞു എന്നത് സത്യമാണ്, അല്ലാതെ ഐ ലവ് യു ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ കഥയുണ്ടാക്കി പറയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹഗ് പോലും ചെയ്യില്ലായിരുന്നു, വെറും ഒരു താങ്ക്സിൽ ഒതുക്കിയേനെ. ഇത് കേൾക്കുന്നതോടെ സുധീഷിന് വലിയ അപമാനമായിട്ട് തോന്നുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും എഴുന്നേറ്റ് എല്ലാവരോടുമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അതേടാ ഞാൻ നുണ പറഞ്ഞതാ, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി. എനിക്ക് സന്തോഷിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം പോലും ഇല്ല, അതുകൊണ്ട് ഞാനൊരു നുണ പറഞ്ഞ് സന്തോഷിച്ചതാണ്. അതിന് നീ എന്നെ പരിഹസിച്ച് ചിരിക്കുക. റോഡിലൂടെ പോകുന്ന ഏതോ ഒരു പെണ്ണോ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, നിധി പറഞ്ഞു എന്നല്ലേ. ഓ അതിനും എനിക്ക് അവകാശമില്ലല്ലേ, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് സുധീഷ് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പുറത്തു വെച്ച് ഭാസ്കരൻ സുധീഷിനെ തടയാൻ നോക്കുമ്പോഴും അവൻ വഴക്കിടുകയാണ്. സുഭാഷും ഹരീഷും നികേഷും നിധിയുമെല്ലാം പുറത്തേക്ക് വരുമ്പോൾ സുധീഷ് അവരോട് തൻ്റെ പിന്നാലെ വരരുതെന്ന് പറഞ്ഞ് വീട്ടിലെ പിൻവശത്തെ വാതിലിനരികിൽ പോയി തനിച്ചിരിക്കുന്നു. സുഭാഷും മറ്റുള്ളവരും സുധീഷിനെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴും സുധീഷ് കൂടുതൽ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ നിധി പതുക്കെ സുധീഷിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്തിനാ സുധീഷ് ചെറിയ കാര്യത്തിന് എങ്ങനെ ദേഷ്യപ്പെടുന്നത്, അവർ ചുമ്മാ കളിയാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ദേഷ്യം വന്നാൽ ന്യായം, എനിക്ക് വന്നാൽ അന്യായം, എന്നെ ആർക്കും പരിഹസിക്കാം. നിധി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തിനാ സുധീഷ് അവരോട് ഞാൻ പ്രണയിക്കുന്നു എന്നൊക്കെ കള്ളം പറഞ്ഞത്, എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഇവിടുന്ന് ഓടിപ്പോകാനിരിക്കുകയാണ് ഞാൻ. ഇത് കേട്ട സുധീഷിന് വീണ്ടും സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. അതെ ഞാൻ പറഞ്ഞത് വലിയ തെറ്റാണ്, നിധി ഇവിടുന്ന് രക്ഷപ്പെടുവാൻ നോക്കിയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ തെറ്റാണ്, ഇനി ഞാൻ എന്നെ മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് സുധീഷ് വണ്ടിയും എടുത്ത് ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് കാറിൻ്റെ കീയും എടുത്ത് അവിടെ നിന്നും പോകുമ്പോൾ സൂക്ഷിച്ചു പോകണമെന്നും വണ്ടി ഒടുക്കി നിർത്തി ഉറങ്ങണമെന്നും നിധി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാത്രി റൂമിൽ നിധി ഫോൺ നോക്കിയിരിക്കുമ്പോൾ രാത്രി 11 മണിക്ക് സിദ്ധാർത്ഥിൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. ഉറങ്ങിയോ നിധി എന്നാണ് ചോദ്യം. നിധി അറിയാതെ അത് ബ്ലൂ ടിക്ക് ആകുന്നു. സിദ്ധാർത്ഥ വീണ്ടും മെസ്സേജ് അയക്കുകയാണ്. ടുഡേ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, യു ലുക്ക് ഗ്രേറ്റ് ടുഡേ, ഗ്രീൻ സ്യൂട്ട് യു റിയലി വെൽ. നിധി ദേഷ്യത്തോടെ താങ്ക് യു സോ മച്ച് എന്ന് മാത്രം മറുപടി നൽകുന്നു. സിദ്ധാർത്ഥ ഫോൺ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നിധി അത് അറ്റൻഡ് ചെയ്യുന്നില്ല. അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് നിധിയും ദിവ്യയും ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥ അവിടേക്ക് വരുന്നുണ്ട്. ആദ്യം തമാശയായി സംസാരിച്ചതിന് ശേഷം സിദ്ധാർത്ഥ നിധിയുടെ കയ്യിലെ വാച്ച് നോക്കി പറയുന്നുണ്ട് നിധിയുടെ ലുക്കിന് ഈ വാച്ച് ഒട്ടും ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ ഒരു വലിയ ബ്രാൻഡഡ് വാച്ച് നിധിക്ക് ഗിഫ്റ്റായിട്ട് നൽകുന്നു.
നീ അത് വാങ്ങാൻ മടിക്കുമ്പോൾ ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് നിധിയെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുന്നു. മാത്രമല്ല ദിവ്യയെ കൊണ്ട് താൻ നിധിക്ക് വാച്ച് സമ്മാനിക്കുന്ന ഫോട്ടോയും എടുപ്പിക്കുന്നു. അതിനുശേഷം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികൾ ഇങ്ങനത്തെ ലോക്കൽ വാച്ച് കെട്ടരുത്, ബ്രാൻഡഡ് വാച്ച് കെട്ടാവൂ. സിദ്ധാർത്ഥ് ആ ഫോട്ടോ തൻ്റെ ഫോണിൽ ലവ് സിംബലുകളും സ്മൈലുകളും ചേർത്ത് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നു. ഈ സമയം ഓട്ടോയിൽ കസ്റ്റമറെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സുധീഷ് ഈ സ്റ്റാറ്റസ് കാണുകയും വലിയ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അത് നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ഓഫീസിൽ വെച്ച് പിന്നീട് സിദ്ധാർത്ഥ നിധി ആ വാച്ച് കെട്ടാത്തതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് 15,000 ആണ് നിധി, അത് കെട്ടിയാൽ നിൻ്റെ ലുക്ക് മാറും. ഈ ലോക്കൽ വാച്ച് എന്തിനാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സിദ്ധാർത്ഥ ചോദിക്കുമ്പോൾ നിധി കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നുണ്ട്. ആക്ച്വലി ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ വാച്ചാണ്, ദിസ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നൽകിയ വാച്ചിനെ നിധി പിന്തുണയ്ക്കുന്നുണ്ട്. രാത്രി വീട്ടിൽ നിധി അടുക്കളയിലേക്ക് വരുമ്പോൾ തലവേദന കാരണം ചായ ഉണ്ടാക്കുന്ന സുധീഷിനെ കാണുന്നു. അവർ തമ്മിൽ വീണ്ടും സിദ്ധാർത്ഥിനെ ചൊല്ലി വലിയൊരു തർക്കം ഉണ്ടാകുന്നുണ്ട്. നിനക്ക് കാണാൻ സ്മാർട്ടായ ഒരേ ഫീൽഡിലുള്ള സിദ്ധാർത്ഥിനെ തന്നെയല്ലേ ഇഷ്ടമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന നിധി പറയുന്നുണ്ട്, അതെ എനിക്ക് സിദ്ധാർത്ഥിനെ ഇഷ്ടമാണ്, ഞങ്ങൾക്കിടയിൽ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ എന്താണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിധി റൂമിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. അത് കേട്ട് നിയന്ത്രണം വിട്ട സുധീഷ് കയ്യിലിരുന്ന പാത്രം എടുത്ത് ദേഷ്യത്തോടെ എറിഞ്ഞു പൊട്ടിക്കുന്നതോടെയാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. എന്തായാലും നിധി ഉടനെ തന്നെ സിദ്ധാർത്ഥിനെ തള്ളിക്കളഞ്ഞ് സുധീഷിൻ്റെ സ്നേഹം മനസ്സിലാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാനിരിക്കുന്ന എപ്പിസോഡുകളിലെ വലിയ ടെസ്റ്റുകൾക്കായിട്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത റിവ്യൂവുമായിട്ട് ഉടൻ വരാം. താങ്ക്